ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സി ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എ നമ്പർ ഓഫ് കാറ്റഗറീസ്. അതിൽ സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് പല കാറ്റഗറീസ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഈ പറയുന്നതാണ് ഈ സി പ്രോഗ്രാമിങ്ങിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇതാണ് പ്രധാനമായിട്ടും സി പ്രോഗ്രാമിങ്ങിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓരോ സി പ്രോഗ്രാമിൽ എടുക്കുന്ന ഓരോ ഓപ്പറേറ്റേഴ്സും ഈ ഓരോ കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ ഓപ്പറേറ്റർ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. ഓൾജിബ്രയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷനുകളായ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്ററുകളെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്ന 5 ഓപ്പറേറ്റേഴ്സാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ആ എക്സാമ്പിളിൽ ഇൻറ്റ് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 2, സി ദെൻ സി ഈസ് ഈക്വൽ ടു എ മോഡ് ബി. എ മോഡുലസ് ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടേബിൾ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ മാത്തമാറ്റിക്കൽ ഉപയോഗിക്കുന്ന അഡീഷൻ ഫോർ ആഡിങ് ടു നമ്പേഴ്സ്, സബ്ട്രാക്ഷൻ, സബ്ട്രാക്ട് നമ്പർ from another number, then multiplication for multiply two numbers, division divide ചെയ്യാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ്. പക്ഷേ അതിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡിവിഷൻസ് പെർഫോം ചെയ്ത ശേഷം അതിൻ്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ ഒരു എക്സാമ്പിളിൽ എ മോഡ് ബി, എയും ബിയും തമ്മിൽ മോഡുലസ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അത് എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിൻ്റെ റിമൈൻഡർ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ സിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുന്നത് 0 എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. ദെൻ ആൻ എക്സ്പ്രഷൻ കണ്ടെയ്നിങ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഈസ് കോൾഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള അതിനെയാണ്, ആ കോഡിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുക. ആ എക്സ്പ്രഷനിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം എക്സ്പ്രഷനുകളെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് സി പ്രോഗ്രാമിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഈ 6 ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചാണ് റിലേഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷനുകൾ എഴുതുന്നത്. ആൻ എക്സ്പ്രഷൻ കണ്ടെയ്നിങ് റിലേഷണൽ ഓപ്പറേറ്റർ ഈസ് കോൾഡ് റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചുള്ള ഒരു എക്സ്പ്രഷനെ നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് സി ഈക്വൽ ടു എ പ്ലസ് ബി, അതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്. ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ളൊരു എക്സ്പ്രഷനെ നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ഇതിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് എ ബി 2 വേരിയബിൾസ് ആണെങ്കിൽ എ വേരിയബിളിലെ വാല്യൂ ബി വേരിയബിളിലെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് റിട്ടേൺ ചെയ്യുക. അതായത് എ ബിനേക്കാൾ വലുതാണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, എ ബിനേക്കാൾ ചെറുതാണെങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള റിലേഷണൽ എക്സ്പ്രഷൻ നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. ട്രൂ എന്ന് പറയുന്നത് ആ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ്റെ
കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂ എന്നായി ബിയിൽ ഒരു ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ബി ആണ് ഗ്രേറ്റർ, എ ലെസ് ദാൻ ബി ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ ഫോൾസ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദ റിസൾട്ട് ഓഫ് റിലേഷണൽ എക്സ്പ്രഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. റിലേഷണൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. Next type of operators are logical operators. Logical operators use to test more than one condition and make a decision. ഒന്നിലധികം കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ലോജിക്കൽ ഓപ്പറേഷനുകൾ പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ലോജിക്കൽ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ റിലേഷണൽ എക്സ്പ്രഷൻ ഈസ് കോൾഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ലോജിക്കൽ എക്സ്പ്രഷനിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ റിലേഷണൽ എക്സ്പ്രഷനുകളായിരിക്കും ഉണ്ടാവുക. ഈ റിലേഷണൽ എക്സ്പ്രഷനുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളാണ് സാധാരണ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള എക്സ്പ്രഷനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയും. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്: ആൻഡ്, ഓർ, നോട്ട്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അപ്പോൾ നമ്മൾ ബൈനറി ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ഗേറ്റൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആൻഡ്, ഓർ, നോട്ട്, ഗേറ്റുകൾ. അപ്പോൾ ഈ ഓരോ ഗേറ്റും നമുക്ക് ഓരോ ട്രൂത്ത് ടേബിൾ ഉണ്ട്. അതായത് ഒരു ഇൻപുട്ട് ഇന്ന ഇൻപുട്ട് ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇന്നതായിരിക്കും. 0 0 0 0 1 0 1 0 0 1 1 1. അങ്ങനെ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ഗേറ്റ് അങ്ങനെയാണ്. അങ്ങനെ ഓർ നോട്ടിനൊക്കെ ഓരോ ലോജിക്കൽ ഗേറ്റുകളുണ്ട്. ആൻഡിനും ഓറിനും നോട്ടിനും ട്രൂത്ത് ടേബിൾ ഉണ്ട്. ആ ട്രൂത്ത് ടേബിൾ വാല്യൂ അനുസരിച്ച് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷനുകൾ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക: എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി. ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. ഈ ആൻഡ് ഓപ്പറേറ്ററാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത് 2 റിലേഷണൽ എക്സ്പ്രഷനുകളാണ്. റിലേഷണൽ എക്സ്പ്രഷനാണ് ബി ഗ്രേറ്റർ ദാൻ സി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്റർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നതും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കാണുന്ന എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ, ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആണെങ്കിൽ മൊത്തം ഈ ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ടും ട്രൂ ആയിരിക്കും. ദെൻ എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആണെങ്കിൽ, ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആണെങ്കിൽ മൊത്തം ലോജിക്കൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഇത് ലോജിക്കൽ ആൻഡ് ഗേറ്റ് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ലെഫ്റ്റ്, ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത് 2 റിലേഷണൽ എക്സ്പ്രഷനുകളായിരിക്കും. ശ്രദ്ധിക്കണം, ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത് 2 റിലേഷണൽ എക്സ്പ്രഷനുകളായിരിക്കും. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന 2 എക്സ്പ്രഷനുകളായിരിക്കും അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുണ്ടായിരിക്കുക. ആ ട്രൂ ഫോൾസിനെ നമ്മൾ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്ന റിസൾട്ടായിരിക്കും ഈ ലോജിക്കൽ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റർ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ടു അസൈൻ റിസൾട്ട് ഓഫ് ആൻ എക്സ്പ്രഷൻ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു, ഒരു സിംഗിൾ ഈക്വൽ ടു ഇടുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു എക്സാമ്പിളിൽ സി ഈക്വൽ ടു എ പ്ലസ് ബി. എ ബി ആഡ് ചെയ്തതിന് ശേഷം ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ്റെ റിസൾട്ട് സിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്ററുകളിൽ ഡബിൾ ഈക്വൽ ടു വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത് 2 സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ അവിടെ ട്രൂ റിട്ടേൺ ചെയ്യും, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അവിടെ റിലേഷണൽ ഓപ്പറേറ്ററായ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് ഡബിൾ ഈക്വൽ ടു ആണ്. 2 ഈക്വൽ ടു ഉപയോഗിച്ചാണ് റിലേഷൻ ഈക്വൽ ടു ഉപയോഗിക്കുന്നത്.
സിംഗിൾ ഈക്വൽ ടു ഒരൊറ്റ ഈക്വൽ ടു ഉപയോഗിക്കുകയാണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അത് റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. രണ്ട് ഓപ്പറേറ്ററുകളാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഡബിൾ പ്ലസ്. രണ്ട് പ്ലസ് ഉപയോഗിച്ച് എഴുതുന്നതാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ദെൻ രണ്ട് മൈനസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്നതാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ്. പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ആഡ് 1 ടു ദി ഓപ്പറാൻഡ്. പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ഓപ്പറാൻഡിനോടുകൂടി ഒന്ന് ആഡ് ചെയ്യുക. മൈനസ് മൈനസ് സബ്ട്രാക്ട് 1 ഫ്രം ഓപ്പറാൻഡ്. മൈനസ് മൈനസ് സബ്ട്രാക്ട് ചെയ്യും, ഒരു ഓപ്പറാൻഡിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും പ്ലസ് പ്ലസ് എന്നത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും മൈനസ് മൈനസ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററുമാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇൻറ്റ് എ ഈക്വൽ ടു 10 എ പ്ലസ് പ്ലസ്. സോ ഇവിടെ ചെയ്യുന്നത് എ എന്ന വാരിയബിളിൽ 10 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എ പ്ലസ് പ്ലസ് എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. പ്രിൻ്റ് ഓഫ് എ എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 11 എന്നായിരിക്കും. എയുടെ വാല്യൂ ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. അതുപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത് സബ്ട്രാക്ട് 1 ഫ്രം ആൻ ഓപ്പറാൻഡ്. എ മൈനസ് മൈനസ് എന്നാണെങ്കിൽ 10 എന്നുള്ള വാല്യൂ 9 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അനദർ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ അറ്റ് ബിറ്റ് ലെവൽ. ബിറ്റ് ലെവലായിട്ട് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അതിൽ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ് ഓർ, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ബിറ്റ് ലെവലായിട്ടുള്ള മാനിപ്പുലേഷൻസ് ആണ് പെർഫോം ചെയ്യുക. രണ്ട് ക്വാണ്ടിറ്റീസുകൾ, രണ്ട് വാല്യൂസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂസിൻ്റെ ബൈനറി വാല്യൂകൾ തമ്മിലുള്ള ഓപ്പറേഷനുകളാണ് ഇവിടെ പെർഫോം ചെയ്യുക. അതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു സെമി കോളനും ഇട്ടിട്ടുള്ള ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ലെറ്റേഴ്സും സെക്കൻഡറി അല്ലെങ്കിൽ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. ആ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്നത് രണ്ട് ഓപ്പറാൻഡ്സിലാണ്. പക്ഷേ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്നത് 3 ഓപ്പറാൻഡ്സിന് മേലാണ്. അതുകൊണ്ട് ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു സിൻറ്റാക്സ് ഇങ്ങനെയായിരിക്കും. എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3. ഇവിടെ എക്സാമ്പിൾ നോക്കുക. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി, ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി. അപ്പോൾ ഈ എ ഗ്രേറ്റർ ദാൻ ബി എന്നത് എക്സ്പ്രഷൻ 1, എ എന്നത് എക്സ്പ്രഷൻ 2, ബി എന്നത് എക്സ്പ്രഷൻ 3 ആണ്. ഇവിടെ സി എന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈ ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ, ഇഫ് എക്സ്പ്രഷൻ 1 ഈസ് ട്രൂ ദെൻ അതിൽ എക്സ്പ്രഷൻ 2 ആയിരിക്കും അതിന് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും വാല്യൂ വൈസ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ ഒരു എക്സാമ്പിളിൽ സി എന്ന വാല്യൂ ഓപ്പറാൻഡിലേക്ക് അല്ലെങ്കിൽ സി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്നത് ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് തന്നെ ബി എന്ന വാല്യൂ ആയിരിക്കും സിയിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്, സിയിൽ പ്രിൻറ്റ് ചെയ്യുന്നത് ബിയിലുള്ള 20 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇപ്പോൾ ഈ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ, എ ബിയിനേക്കാൾ വലുതാണെങ്കിൽ ആ സി എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് എയിലെ വാല്യൂ ആയിരിക്കും. ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്.